അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം ഒരുപാട് അഅമാലുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയണം, ദുആയിനെ പോലും പരിശുദ്ധ ഇസ്ലാം പ്രേരണ നൽകിയ ദുആയിനെ പോലും ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ബിദ്അത്ത് പ്രസ്ഥാനം, ഏത് പേരിലുള്ളവരുമാകട്ടെ, ദുആയിനെ തന്നെ എതിർത്തുകൊണ്ട് അത് നികൃഷ്ടമാണ്, തെറ്റാണ്, ശരിയല്ല എന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു ദുസ്വഭാവം ഇന്ന് കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലങ്ങളായി അതിനെ എതിർക്കുന്നു. അള്ളാഹുവിനോടുള്ള ദുആയിനെയാണ് എതിർക്കുന്നത്. അത് മഹാന്മാർ കാണിച്ച വഴിയല്ല എന്ന്. വലിയ വലിയ പടുങ്കൂറ്റ മഹാന്മാർ അത് ചെയ്തു, അവർ പറഞ്ഞു, അവർ കിതാബിൽ എഴുതി വെച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുനൂത്ത് എന്ന് പറയുന്നത്. ഖുനൂത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആപത്ത് വന്ന സമയത്ത് പോലും ഓതിയാൽ ആ ആപത്ത് നീങ്ങാൻ ഒരു കാരണമായിട്ട് ഖുനൂത്തിനെ പഠിപ്പിച്ച് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ ഇബാദത്തിന് സുബഹി സമയത്തുള്ള സുബഹി നിസ്കാരത്തിൽ രണ്ടാമത്തെ ഇഅ്തിദാലിൽ ഖുനൂത്ത് ഓതുന്നതിനെ ശക്തമായ ഭാഷയിൽ ഒരു വലിയ തെറ്റായി സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഖുനൂത്തിൻ്റെ മഹത്വം ഞാൻ പറഞ്ഞല്ലോ. ഒരു വിഷമം സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ, ദുനിയാവിൽ ഇറങ്ങിയാൽ ഓതൽ ഏറ്റവും മർമ്മപ്രധാനമായി കാണിച്ചു കൊടുത്ത സുന്നത്ത്. അത് ഇടയ്ക്കിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് സുബഹി സമയത്ത് ഉള്ള ഖുനൂത്ത് അത് എല്ലാ ദിവസവും ഓതേണ്ടതാണ്. അത് പാടില്ല എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ കള്ളപ്രചരണം നടത്തുകയാണ്. അത് നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ഇത് ഇയാൾ പറഞ്ഞല്ലോ, ഇത് ശരിയാണോ? ഇത് ഞങ്ങൾ മാത്രമല്ല, സുന്നികളായ ആളുകൾ മാത്രമല്ല ഈ പറയുന്നതിനെ മറുപടി പറയുന്നത്, ഇതിനെ എതിർക്കുന്നത്. ഇവരിൽപ്പെട്ട വിഭാഗം തന്നെ ഇത് ശരിയല്ല ഈ പറഞ്ഞത്, അത്രയും വലിയ തെറ്റായിട്ട് കാണേണ്ടതല്ല, അത് മഹാന്മാർ പഠിപ്പിച്ചതാണ് എന്ന് ചില ആളുകൾ പറഞ്ഞ വീഡിയോകളുണ്ട്. ഞാനത് കേൾപ്പിക്കാം. നമുക്ക് ഖുനൂത്തുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചെറിയ ഒരു വിശകലനം നടത്താം. പരിശുദ്ധമായ ഇസ്ലാമിൽ ഏതിനിക്കും എന്തിനിക്കും തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്, വാക്കുകളുണ്ട്, മൗനാനുവാദങ്ങളുണ്ട്, ഖുർആനുണ്ട്. അവിടെ നമുക്കത് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അവിടെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്കവിടെ കണ്ടെത്താൻ പറ്റില്ലെങ്കിൽ അപ്പോഴാണ് മഹാന്മാരായ മുജ്തഹിദികളായ പണ്ഡിതന്മാർ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇവരെ പോലത്തെ ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് നമ്മുടെ കരങ്ങളിലേക്ക് അതിനെ വിശകലനം ചെയ്ത് പഠിച്ച് ഇജ്തിഹാദ് ചെയ്തിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തിയ ധാരാളം മസ്അലകളുണ്ട്. ആ മസ്അലയാണ് നാം ഇന്ന് അവലംബിക്കുന്നത്. പെട്ടെന്ന് പോയിട്ട് ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും അവിടെ കാണാൻ കഴിയില്ല, നമുക്കൊണ്ട് പറ്റില്ല കണ്ടെത്താൻ. അപ്പോഴാണ് ഇവരെ കിതാബിനെ ആധാരമാക്കുന്നത്. ഇതൊന്നും അവർ പൊട്ടന്മാരായ ആളുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹദീസും ആയത്തൊക്കെ ഓതുന്നത്. അതിനെ ഓതിയിട്ട് നാമല്ല അർത്ഥം വെക്കേണ്ടത്, അതിൻ്റെ വിശദീകരണം തരേണ്ടത് ഞങ്ങളല്ല, അത് തരേണ്ടത് അതിൻ്റെ വക്താക്കളായ മുഫസ്സിറുകളാണ്. നോക്കണം നിങ്ങൾ, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ഹദീസുണ്ട്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ശഹ്റൻ യദ്ഉ അലൈഹിം തുമ്മ തറക ഫഅമ്മാ ഫിസ് സ്വബ്ഹി ഫലം യസൽ യഖ്നുതു ഹത്താ ഫാറഖ ദുനിയ. നാസിലത്തിൻ്റെ ഖുനൂത്ത് എന്ന് പറയുന്ന ഒരു ഖുനൂത്ത്, അത് ഒരു കാലപരിധിയുണ്ട്, ഇത്ര സമയം മാത്രമേ ഉള്ളൂ. കൊറോണ വന്ന സമയത്ത് നാമൊക്കെ ഓതിയിട്ടുണ്ട്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതൊരു മാസം ഓതി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നിർത്തിവെച്ചു. അതേ സമയത്ത് സ്വബഹി സമയത്തുള്ള ഫഅമ്മാ ഫിസ് സ്വബഹി, സ്വബഹി നിസ്കാരത്തിലുള്ള ഖുനൂത്തോ അത് ഹത്താ ഫാറഖ ദുനിയ, ലോകത്തോട് വിട പറയുന്നത് വരെ
മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഓതിയിട്ടുണ്ട്, അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്, ഖുനൂത്ത് ഓതിയിട്ടുണ്ട് എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ ഹദീസിനെ ഉദ്ധരിക്കുന്നത് സുനനുൽ കുബ്രയിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു 201 പേജിൽ 2-ാം വാള്യത്തിലും മഅരിഫത്തു സുനൻ വൽ ആസാർ എന്ന ഗ്രന്ഥത്തിലും സുനനു ദാറഖുത്നിയിലും ഇത് പറയുന്നുണ്ട്. ഒറ്റ വാക്ക് തന്നെ നമുക്ക് മതിയാകും. ഇനി ഇതിനെ പറയുമ്പോൾ പിന്നെ അത് ലൈഫിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്ന സ്വഭാവമാണ് പിന്നെ ഇവിടെ കാണാൻ കഴിയുന്നത്. ഏത് ഹദീസ് ഓതിയാലും അവർക്കത് പറ്റിയില്ലെങ്കിൽ പിന്നെ അവർ ചെയ്യുന്ന പണി അത് ലൈഫാണ്, അത് ശരിയല്ല എന്നുള്ളതാണ്. നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അവർ പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. സുനൻ ദാറഖുത്നിയിൽ മറ്റൊരു ഹദീസും കൂടെ കാണാം. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നാണ് ആ ഹദീസ് നമുക്കെത്തുന്നത്. മാസാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്നുതു ഹത്താ ഫാറഖത് ദുനിയ. ലോകത്തോട് ഇവിടെ പറയുന്നതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഖുനൂത്ത് ഓതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാസാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്നുതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖത് ദുനിയ. ഇതേ ആശയം വരുന്ന മറ്റൊരു ഹദീസാണ്. എന്നിട്ട് റവാഹു അഹ്മദ് വൽ ബസ്സാർ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ബസ്സാർ റളിയല്ലാഹു അൻഹു ഇതിനെ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു വരിജാലുഹു മുവഫിഖൂൻ. ഇതിനെ നമ്മളിലേക്ക് ഈ ഹദീസ് എത്തിച്ച എല്ലാ മഹാന്മാരും അവർ പിന്നെ സിഖത്തുള്ള പണ്ഡിതന്മാരാണെന്ന് മഹാന്മാർ തന്നെ എഴുതി വെക്കുകയാണ്. അവർ പറയും ഈ ഹദീസിൻ്റെ ഈ ആശയം, ഈ വിഷയം അത് സ്വഹീഹാണ്, അത് പ്രഗത്ഭരായ സിഖത്തുള്ള അഥവാ ഹദീസിന് സ്വീകരിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെ അവരാണ് ഈ ഹദീസ് നമ്മളിലേക്ക് എത്തിച്ചത് എന്ന് മഹാന്മാരുടെ കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. മജ്മഉ സവായിദിൽ ഈ വിഷയം കാണാനും പറ്റും. ഇതിനെയാണ് അവർ എതിർക്കുന്നത്, ഇതിനെയാണ് ശരിയല്ല എന്നവർ പറയുന്നത്. എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? ഇനി ഇവിടെ നോക്കാനുള്ളത് മറ്റൊരു വിഷയമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ? ഇനി അടുത്ത് ചോദിക്കുന്നതാണ് അവർ. എന്നാൽ നോക്കണം, ബാബുൽ ഖുനൂതി ഫിസ് സുബ്ഹി എന്ന അധ്യായം തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊടുത്തിട്ട് അവിടെ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹെഡിങ് ആണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ബാബുൽ ഖുനൂതി ഫിസ് സുബ്ഹി. അതിൻ്റെ താഴെ വരുന്ന ഹദീസാണ്. അങ്ങനെ ഇട്ടിട്ടാണ് ഈ ഹദീസ് പറയുന്നത്. ഹദ്ദസനാ മുസദ്ദദുൻ റളിയല്ലാഹു അൻഹു قال حدثنا حماد بن زيد رضي الله عنه عن أيوب رضي الله عنه عن محمد رضي الله عنه. ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു قال سئل أنس أقنت النبي صلى الله عليه وسلم في الصبح قال نعم. അനസ് റളിയല്ലാഹു അൻഹുവോടാണ് ചോദ്യം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹി സമയത്ത് ഖുനൂത്ത് ഓതിയിട്ടുണ്ടോ എന്നാണ് മുത്തുനബിയുടെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ മഹാനവറുകൾ പറയുന്നു അതേ ഓതിയിട്ടുണ്ട്. ഫഖീലോ പിന്നെയും ചോദിക്കപ്പെട്ടു ഔ ഖനത ഖബ്ല റുകൂഇ, അല്ല റുകൂഇൻ്റെ മുമ്പാണ് ഓതിയത്? ഖാല, അപ്പോഴാണ് പറയുന്നത് ബഅദ റുകൂഇ യസീറൻ, റുകൂഇന് ശേഷം ഒരല്പം ഓതിയിട്ടുണ്ട്. നോക്കണം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇനി ഇതിലെന്താ പറയാനുള്ളത്? ഇനി ഇതിൽ ഈ ഹദീസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സുബഹി സമയത്ത് അങ്ങനെ ഖുനൂത്തുണ്ട് എന്നല്ലേ? ഇതിനെ എന്തെല്ലാം വളച്ചോടിച്ചിട്ട് എവിടേക്കെല്ലാം എത്തിച്ചിട്ട് നല്ലൊരു ഇബാദത്ത്, നിസ്കാരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ദുആ, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത എന്ന് തുടങ്ങുന്ന നമ്മുടെ ഹിദായത്തും നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിക്കാനും നമുക്ക് വരുന്ന ആഫത്തുകളെ തടുക്കാനുമുള്ള ഒരു വലിയ സുന്നത്തിനെയാണ് ഇവരിവിടെ എതിർക്കുന്നത്. എത്രമാത്രം കിതാബിൽ പറഞ്ഞു, എത്രമാത്രം കിതാബിൽ ഇതിൻ്റെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും കിതാബുകളിലല്ല, എത്രയോ കിതാബുകളിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിലും അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിലും ദാറഖുത്നിയും അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ആളുകൾ ഈ ഹദീസിന് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പറയുന്നുണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട്, മുസന്നഫ് ഇബ്നു അബീ ഷൈബയിലുണ്ട്, കശ്ഫുൽ അസ്താറിലുണ്ട്, ശറഹുൽ ആസാറിലുണ്ട്, ശറഹു സുന്നയിലുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ. എന്നിട്ട് ഈ ഇതിൽ വന്ന ഹദീസുകളൊക്കെ പല ഹദീസുകളെയും പ്രധാനമായിട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസൽ യഖ്നുതു ഫി സുബ്ഹി യതാ ഫാറഖത് ദുനിയ എന്ന് വരുന്ന ഹദീസുമായി ബന്ധപ്പെട്ട് എത്രയോ ആളുകൾ ഇതിനെ സ്വഹീഹാക്കിയിട്ടുണ്ട്.
അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അലി അൽ ബൽഖി, അൽ ഇമാം അൽ ഹാക്കിം അൽ മുസ്തദ്രക്, അൽ ഇമാം അൽ ബൈഹഖി, ഇമാം ദാറഖുത്നി എന്നിവർ ഹാദാ ഇസ്നാദുൻ സ്വഹീഹുൻ എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇത്തരത്തിലുള്ള അമാലുകളെയാണ് അവരില്ല എന്ന് പറഞ്ഞ് ജൽപ്പനങ്ങൾ ഉണ്ടാക്കി, കള്ളപ്രചരണമുണ്ടാക്കി, നികൃഷ്ടമായ വാക്കിലൂടെ ഇത്രയും നല്ല ഇബാദത്തിനെ എതിർത്ത് സംസാരിക്കുന്നത്. എന്നിട്ട് മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ, ഇത് ഹദീസിലാണ് ഈ പറഞ്ഞത്, മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ ഇതിലെന്ത് പറയുന്നു? വിശാലമായ ചർച്ചകളാണത്. എന്നിട്ട് പരിശുദ്ധമായ ഖുർആനിൽ ഈ വിഷയം പറയുന്നുണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. വഖൂമൂ ലില്ലാഹി ഖാനിത്തീൻ, ബഖറ സൂറത്തിലുള്ള 238-ാമത്തെ ആയത്ത്. വഖൂമൂ ലില്ലാഹി ഖാനിത്തീൻ എന്ന് പറയുന്ന ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വല്ലു സുബ്ഹ ഖാനിത്തീൻ, സുബ്ഹി നിസ്കാരം നിങ്ങൾ അവിടെ ഖാനിത്തീൻ ആ നിലക്ക് നിങ്ങൾ നിസ്കരിക്കണം. എന്നിട്ട് ബൈഹഖി ഇമാം പറയാണ്, ഖാല ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മുറാദ് ബിൽ ഖുനൂതി അൽ ഖുനൂതു ഫിസ് സുബ്ഹി. ഇവിടെ പറഞ്ഞ ഈ ഖാനിത്തീൻ, ഈ ഖുനൂത്തുമായി ബന്ധപ്പെട്ട ലഫ്ള് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുബ്ഹി സമയത്തിലുള്ള ഖുനൂത്താണ് എന്ന് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ബൈഹഖി റളിയല്ലാഹു അൻഹു ഈ വിഷയം പറയുന്നുണ്ട്. എത്രമാത്രം സ്പഷ്ടമാണ് ഈ വിഷയം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെയും ഇതിനെക്കുറിച്ചിട്ട് എതിർത്ത് സംസാരിച്ചിട്ട് ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്, അമലുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. നല്ല നല്ല അമലുകളെ പാവങ്ങളായ ആളുകൾ, ഇതൊന്നും തിരിയാത്ത അറിയാത്ത ആളുകൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെല്ലാം കുട്ടിഘോഷിക്കുകയാണ്. നിങ്ങൾ അവരുടെ ഭാഷയിൽ തന്നെ അവരാളുകൾ തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കണം. എന്താ ഇതിൽ പറയുന്നത്? ഇജ്തിഹാദിലുള്ള വ്യത്യാസങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കണം. ആരെല്ലാം എന്തെല്ലാം അതിൽ ഇജ്തിഹാദ് മൂലം പറഞ്ഞിട്ടുണ്ട് എന്ന്. പിന്നെ പറയും ആ മദ്ഹബിലില്ലല്ലോ ഈ മദ്ഹബിലുണ്ടല്ലോ. മദ്ഹബ് അടിസ്ഥാനത്തിൽ ബിദ്അത്ത് എന്നതിനെ പറയാൻ പറ്റൂല. മദ്ഹബ് അടിസ്ഥാനത്തിൽ ബിദ്അത്ത് എന്ന് പറയാൻ പറ്റൂല. അത് വീക്ഷണത്തിലുള്ള വ്യത്യാസമാണ്, ഇജ്തിഹാദിലുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ്. അല്ലാതെ അത് ബിദ്അത്താണ് എന്ന അടിസ്ഥാനത്തിലല്ല അവരും അഥവാ രണ്ട് മദ്ഹബിൽക്കിടയിലുള്ള ആ വിഷയത്തെ കാണുന്നത്. നിങ്ങൾ പറയുന്നത് ഇത് ബിദ്അത്താണ്, ശരിയായ ആശയം അല്ല എന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതാണ് ശരിയല്ല എന്ന് പറയുന്നത്. മദ്ഹബ് അടിസ്ഥാനത്തിൽ ഓതണ്ട ആയിക്കോട്ടെ, അത് ആ ഇമാമിനെ തുടർന്നു കൊണ്ടുള്ള ആ ഇമാമിനെ ഇഖ്തിദാ ചെയ്തിട്ടാണ്, അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഇഖ്തിദാ ചെയ്തിട്ടാണ്, ഒരു പ്രശ്നമില്ല. കാരണം എന്താ? അതവർ പറഞ്ഞതാണ്. അത് ബിദ്അത്താണ് എന്ന് എതിർത്തുകൊണ്ടല്ല അതിനെ സ്വീകരിക്കുന്നത്. അതേസമയം നിങ്ങൾ പറയുന്നത് ബിദ്അത്തായിട്ടാണ്. അള്ളാഹു അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന്, കുപ്രചരണങ്ങളിൽ നിന്ന്, കള്ളപ്രചരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും അതിൽ കുടുങ്ങിയവരെയും എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.